അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അൽഹംദുലില്ലാ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമായിരുന്നു മനസ്സിൽ. കാരണം ഇന്ന് വീട്ടിൽ ഉമ്മയുടെ അടുത്ത് ഞങ്ങൾ താത്തമാരും മക്കളൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് കൂടുന്നുണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അപ്പം ആ ഒരു സന്തോഷം എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഘുവാക്കാമെന്ന് വിചാരിച്ച് പഴം 3-4 പാകമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാട്ടും ചെയ്യുക. പിന്നെ ബ്രെഡ് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ബ്രെഡ് ടോസ്റ്റുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോറും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മോളൊന്ന് ചോറാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിലേക്ക് ഉപ്പേരിക്ക് ഇതാ പച്ചക്കായ ഉണ്ട്. സാമ്പാർ കഷ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. 1 കിലോ സാമ്പാർ കഷ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലാണ്. സാമ്പാർ കഷ്ണം വാങ്ങിയാൽ സാധാരണ നമ്മൾ പകുതി സാമ്പാറിന് ആവശ്യമായിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളതുകൊണ്ട് അവിയൽ ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് സാമ്പാറും അവിയലും പിന്നെ ഈ പച്ചക്കായുടെ ഉപ്പേരിയാണ്. അപ്പോൾ ഉപ്പേരി മോള് പോകുമ്പോഴത്തേനും ആവണം. അതും അച്ചാറുമാണെന്ന് വെച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള ഉപ്പേരിക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് റെഡിയാക്കട്ടെ. ഇപ്പോൾ ഇതാ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മോളെ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി വെച്ച് കൊടുക്കണം. ഉപ്പേരി അച്ചാറുമാണെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിന് മുമ്പായിട്ട് വീടിനകം തുടക്കലും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു വാരൽ മോള് പോകുമ്പോഴത്തേന് തന്നെ ചെയ്തു തരും. പിന്നെ തുടക്കൽ മൊത്തം കിച്ചണൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ സാമ്പാർ വെക്കാൻ നിൽക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, അവിയലിനും കട്ട് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടില്ലേ 2 മുറം, ഇത് പുതിയതാട്ടോ. ഞാൻ 2 ദിവസം മുന്നേ വാങ്ങിച്ചാണ്. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പരൂർ ഒരു SK സ്റ്റോഴ്സിനെ കുറിച്ചിട്ട്. ഒരുവിധം എല്ലാ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വാങ്ങിച്ചാണ്. അവിടെ മുള ഉൽപ്പന്നങ്ങളുടെ കളക്ഷൻ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഈ കോണ് പോലുള്ള മുറ ഉണ്ടല്ലോ, അത് കുറേ ആയിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു വാങ്ങണം എന്നുള്ളത്. പിന്നെ ഓരോ ഷോപ്പിലൊക്കെ കാണുമ്പോൾ വിചാരിക്കും അവിടെ വണ്ടി നിർത്താൻ പറ്റാണ്ട് വാങ്ങാണ്ട് പോരും. അപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ അടുത്ത് തന്നെ വന്നപ്പോൾ സൗകര്യമായല്ലോ. അപ്പോൾ അങ്ങനെ 2 വാങ്ങിച്ചതാണിത്. ഇതിൽ നമ്മളെ മുളയുടെ ഈ സാധാ സ്ക്വയറിലുള്ള മുറണ്ടല്ലോ, അതിൽ നമുക്ക് ജീരകം കടുകൊക്കെ കഴുകിയിട്ട് നമ്മൾ വെയിലത്ത് വെക്കുമ്പോൾ മറ്റേ പ്ലാസ്റ്റിക് മുറത്തിൽ വെക്കുമ്പോൾ അങ്ങനെ വെള്ളം ശരിക്കണ്ട് വാർന്നു പോകില്ലല്ലോ. ഇത് ശരിക്കും നല്ല തീരെ വാർന്നു പോകില്ല. ഇതിലാകുമ്പോൾ വെള്ളം അങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വാർന്നു പോകുന്ന കാരണം തന്നെ സുഖമാണ് ഇങ്ങനെയുള്ള ഉണക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഉദ്ദേശത്തിലാണ് ഈ മുറ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ സാമ്പാർ കഷ്ണം കട്ടിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ കഴുകി വരച്ചിട്ടുണ്ടായിരുന്ന പരിപ്പുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പുളി, ഒരു നെല്ലിക്ക അളവിൽ പുളിയും പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇങ്ങനെ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ കഷ്ണങ്ങൾ വേവിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വഴുതനങ്ങ, വെണ്ടക്ക, തക്കാളി ഇതൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി പിന്നെ ഉടഞ്ഞാലും കുഴപ്പമില്ല. വഴുതനയും വെണ്ടക്കൊക്കെ ഉടഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതിയല്ലേ സാമ്പാർ കഴിക്കുമ്പോൾ, അല്ല സാമ്പാർ കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇത് പുളി പിഴിഞ്ഞൊഴിച്ച് ഒപ്പം തന്നെ വേവിക്കാൻ വെച്ചാൽ ഉടയില്ല കേട്ടോ, നമുക്ക് അതേപോലെ തന്നെ കിട്ടും. അപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് ആദ്യം കഷ്ണം വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാമ്പാറോടെ വെന്തിട്ടുണ്ട് കണ്ട. ആ വഴുതനൊക്കെ ഉടയാതെ അങ്ങനെ തന്നെ കിടക്കണുണ്ടില്ലേ. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ഫ്രഷ് മെയ്ഡിൻ്റെ സാമ്പാർ പൊടിയാണ്. നല്ല ടേസ്റ്റാണ് ഈ ഫ്രഷ് മെയ്ഡിൻ്റെ സാമ്പാർ പൊടി വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ. ഞാനിപ്പോൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം. ഒന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയില്ലെങ്കിൽ മൂത്തതിൻ്റെ ശേഷം ഈ സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മിക്സ് ചെയ്യണം. കാരണം നമ്മൾ വഴുതനയും വേണ്ടൊന്നും ഉടയാതെ പതുക്കെ മിക്സ് ചെയ്യണം. എന്നിട്ട് അവിടെ മൂടി വെക്കാം. ഇതൊക്കെ കാണുമ്പോൾ സാമ്പാർ ഉണ്ടാക്കാം, നന്നായിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നവരൊക്കെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാമെന്നല്ലേ എന്ന് തോന്നരുത് കേട്ടോ. വീഡിയോ കാണുന്ന എന്താ പറയുക, സാമ്പാർ വെക്കാൻ അറിയാത്തവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടാണ് വിശദമായിട്ട് പറയണത്. അപ്പോൾ സാമ്പാറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിയലിൻ്റെ കഷ്ണങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അതാ നമുക്ക് അവിയലിനൊരു വൃത്തിക്ക് വേണമല്ലോ ഒരേ അളവിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം എടുത്തു വെച്ച വെജിറ്റബിൾസൊക്കെ ഒരു ഏകദേശം ഒരളവിലൊക്കെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുത്ത അവിയലിൻ്റെ കഷ്ണങ്ങൾ ഒരു ചട്ടിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. നന്നായി വെന്തുടയരുത് കേട്ടോ. അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്തുടഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയുണ്ട് പോകും കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു ചമ്മന്തി ഇട്ട് കൊടുക്കുകയാണ്. അത് തേങ്ങ, നല്ല ജീരകം, ചുവന്നുള്ളിയും കൂടിയിട്ട് അടിച്ചെടുത്ത ചമ്മന്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക്
ഒരു 2-3 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ തിളമൊന്നും വരണ്ട, ഒന്ന് ചൂടായാൽ മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഒരു പച്ചമുളക് 2 പച്ചമുളക് കീറിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂണോ 1 ടീസ്പൂൺ അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കവിടെ മൂടി വെക്കാം. അടിപൊളി അവിയലാണ്. അപ്പോൾ നമ്മളെ ഉച്ചക്കൽക്കുള്ള വിഭവങ്ങൾ റെഡിയാക്കൽ കഴിഞ്ഞു. അവിയൽ, സാമ്പാർ, ഉപ്പേരി, ചോറൊക്കെ റെഡിയായി. ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താത്താമാരും മക്കളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആരും എത്തിയിട്ടില്ല കേട്ടോ, ഞാനാണ് ഫസ്റ്റ് എത്തുന്നത്. അപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതാ ഒരാളും കൂടി വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതൊക്കെ രാത്രി ആയിട്ട് മഗ്‌രിബ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എത്തിയത്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റില്ല. അപ്പോൾ ഇന്നിവിടെ രാത്രി ഞങ്ങൾക്ക് ഫുഡ് ഓർഡർ കൊടുത്തേക്കാണ്. അപ്പോൾ ഇതാ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അൽഫാം, പൊറോട്ട, കുബൂസ്, പിന്നെ അതിലേക്കുള്ള ഐറ്റംസ് മയോണൈസ്, ചട്നി, ഗ്രേവി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിട്ട് ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാവരും എത്തി. ഇനി എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ടേബിളിൽ ഫുഡൊക്കെ വിളമ്പിയിട്ടുണ്ട്. അൽഹംദുലില്ലാ എല്ലാവരും റാഹത്തായിട്ട് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. നാളെ രാവിലെയാണ് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പോവുള്ളൂ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. അപ്പോൾ ഞാനിതാ പിറ്റേ ദിവസം ചാവടി കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. വേറെ ആരും പോയിട്ടൊന്നുമില്ല. ഞാൻ തന്നെ വേഗം തന്നെ പോരാൻ കാരണം എനിക്ക് കേക്കിൻ്റെ ഓർഡർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ നോക്കണം. അപ്പോൾ ഇതാ അവിടെ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തൊക്കെ ആദ്യമായിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി ഇതാ നെയ്യ്, തേന്, കറിവേപ്പില, ഇത് 3 അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. 3 താത്താമാരെ കെയർ ഓഫിൽ കിട്ടിയതാണ്. നെയ്യ് ഒരു താത്താടെ മോളെ കല്യാണം കഴിച്ച വീടിൻ്റെ തൊട്ടടുത്ത് വീട്ടിലുണ്ടാക്കുന്നതാണ്. അവരെ കൺമുന്നിൽ തന്നെ അവർ കണ്ടിട്ട് അത്രയും വിശ്വാസത്തിൽ നമുക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ളതാണ്. 500 രൂപയുള്ള ഒരു ബോട്ടിലിന്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ അത് തുറന്നപ്പോൾ തന്നെ. അപ്പോൾ നല്ല ശുദ്ധമായ പശു നെയ്യ് അതൊരു നാഴി അവരെ കൊണ്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുണ്ട്. പിന്നെ അതാ തേന്, ഇത് വേറൊരു താത്താടെ നാത്തൂൻ്റെ വീട്ടിൽ അവർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, അവരായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് 100% വിശ്വസിച്ചിട്ട് വാങ്ങാം. 200 രൂപയുള്ള ഈ ബോട്ടിലിന്. പിന്നെ കറിവേപ്പില പിന്നെ വേറെ താത്താടെ മോളെ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ്. ഇവിടെ മുന്നേ കറിവേപ്പില ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഒക്കെ നശിച്ചു പോയി. അപ്പം അങ്ങനെ നല്ല നാടൻ സാധനങ്ങൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉച്ചക്കൽക്കൊന്നും ഫുഡൊന്നും ഉണ്ടാക്കണ്ട. ഇന്നലെ ഉച്ചക്കൽ നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, സാമ്പാറും അവിയലും ഉപ്പേരിയൊക്കെ ഉച്ചക്ക് ലേശം എടുത്തിട്ടുള്ള ബാക്കി അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടാണ് പോയത്. ചോറുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ആവി കയറ്റി ചൂടാക്കി എടുക്കുക വേണ്ടുള്ളൂ. എന്നിട്ട് ഇതാ കേക്കിൻ്റെ പരിപാടിക്ക് നിൽക്കണം. അപ്പോൾ ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയാണ്. ഇൻഷാ അല്ലാഹ് ഇനി വേറൊരു വീഡിയോയുമായി വീണ്ടും വരാം. ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്, അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും ബായ്.